എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാറോ? ഹോങ്കോങ്ങിൽ നിന്നും ദില്ലിയിലേക്ക് ഉള്ള വിമാനത്തിലാണ് സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തത്. സാങ്കേതിക തകരാർ തിരിച്ചറിഞ്ഞതോടെ വിമാനം ഹോങ്കോങ്ങിൽ സുരക്ഷിതമായി ഇറക്കി. ഇപ്പോൾ വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിബി, ഈ എയർ ഇന്ത്യ നിരന്തരമായി അടുത്തിടെ പ്രത്യേകിച്ചും ഈ സ്വകാര്യവൽക്കരണത്തിലേക്കൊക്കെ പോയതിനു ശേഷം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടമാണ്. എന്താണ് ഇത് പുതിയ വിവരം? എന്താണ് ഏറ്റവും പുതിയൊരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹോങ്കോങ്ങിൽ നിന്നും ദില്ലിയിലേക്കുള്ള വിമാനം എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനമാണ് സാങ്കേതിക തകരാറെ തുടർന്ന് അപ്പോൾ തിരിച്ചിറക്കിയിരിക്കുന്നത്. എന്തായാലും യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. സാങ്കേതിക തകരാർ തിരിച്ചറിഞ്ഞതോടെ വിമാനം ഹോങ്കോങ്ങിൽ തന്നെ തിരിച്ച് സുരക്ഷിതമായി ഇറക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അഹമ്മദാബാദിലെ ഈ വിമാനത്തിൽ ദുരന്തമുണ്ടായത് ഈ ബോയിങ്ങിലെ 787-8 ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ്. ആ 787-8 എന്ന ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ശ്രേണിയിലെ വേരിയന്റ് വിമാനം തന്നെയാണ് ഇവിടെയും ഇത്തരത്തിലൊരു സാങ്കേതിക തകരാർ കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. A1-315 ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം, ആ വിമാനമാണ് ഇപ്പോൾ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ഇപ്പോൾ സുരക്ഷിതമായി ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏകദേശം 37ഓളം ബോയിങ് ഈ 787 സീരീസിലുള്ള വിമാനങ്ങളുണ്ട്. അതിൽ ഈ 34 വിമാനവും ഈ എയർ ഇന്ത്യയാണ്. ബാക്കി 3 വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യക്കുള്ളത്. എന്തായാലും ഈ അഹമ്മദാബാദിന്റെ സംഭവത്തിന് പിന്നാലെ ഈ ബോയിങ് വിമാനങ്ങൾ കർശനമായി സുരക്ഷയ്ക്കും പരിശോധനയ്ക്കും വിധേയമാക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പരിശോധന തുടർന്നു വരികയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 8ഓളം ബോയിങ് വിമാനങ്ങൾ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കി ഇത്തരത്തിൽ ഈ പരിശോധന തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഹോങ്കോങ്ങിൽ നിന്നും ദില്ലിയിലേക്ക് പറന്ന വിമാനം സാങ്കേതിക തകരാർ കണ്ടെത്തുകയും അവിടെ തന്നെ സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ബോയിങ് വിമാനം, പ്രത്യേകിച്ച് എയർ ഇന്ത്യ വാങ്ങിയ ബോയിങ് വിമാനത്തെ കുറിച്ചുള്ള വലിയ ആശങ്ക വർദ്ധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ അഹമ്മദാബാദിലുണ്ടായ ദുരന്തമുണ്ടായ അതേ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ് ഈ ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അധികൃതർ ഇതേ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അതിന്റെ നിലവിലത്തെ സ്ഥിതി, വിമാനത്തിന്റെ നിലവിലത്തെ സ്ഥിതിയെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? ഹോങ്കോങ്ങിൽ തന്നെ ഇറക്കി യാത്രക്കാരെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. മാത്രമല്ല സാങ്കേതിക തകരാർ എന്താണെന്ന് കൂടി ഇവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ഈ സാങ്കേതിക തകരാറെ തുടർന്ന് ഹോങ്കോങ്ങിൽ നിന്ന് പറഞ്ഞ വിമാനം അത് ദില്ലിയിലേക്ക് വരേണ്ടായിരുന്നു. ആ വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കി എന്നുള്ള ഒരു പ്രസ് റിലീസ് മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇത് ഈ അഹമ്മദാബാദിൽ അപകടമുണ്ടായ അതേ ശ്രേണിയിൽപ്പെട്ട 787-8, 787-8, 9, 10 അങ്ങനെ 3 വേരിയന്റ് ഉണ്ട്. അതിന്റെ 8 വേരിയന്റാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അതേ വേരിയന്റിലുള്ള മറ്റൊരു ബോയിങ് വിമാനമാണ് വീണ്ടും ഇവിടെ ഒരു സാങ്കേതിക തകരാർ കണ്ടത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അവർ വിടുന്നില്ല. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ അതേ ശ്രേണിയിൽപ്പെട്ട എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനം ഹോങ്കോങ്ങിൽ ഈ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇറക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി സുരക്ഷിതമാണെന്നാണ് അറിയാനാകുന്നത്. സിബി ജോസഫാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.